പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്നറിയാത്ത പല ഭവിഷ്യത്ത് നിറഞ്ഞ പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കും. സംശയിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നറിയില്ല. അങ്ങനെ ചുറ്റുപാടും പരതിയിട്ടും കാര്യങ്ങളുടെ ഉറവിടം എവിടെന്നറിയാത്ത നിരവധിയായ വിഷയങ്ങളെ നേരിടുന്നവരുടെ ജീവിതത്തിൻ്റെ ബന്ധനം വഴിയുന്നൊരു ശുശ്രൂഷയാണ് ഇന്നത്തേത്. നിങ്ങളുടെ പിന്നിൽ നിന്ന് പോരാട്ടം നടത്തുന്ന, നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളറിയാതെ പ്രച്ഛന്നവേഷം കളിച്ച് നിങ്ങൾക്ക് നേരെ പോരാടുന്ന എല്ലാ നിലയിലുള്ള ദുഷ്ടപ്രവർത്തനങ്ങളുടെ ഇരയായി തീർന്നുകൊണ്ടുള്ള അവസ്ഥയ്ക്കും ഇന്നത്തെ ശുശ്രൂഷയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിരാമം കുറിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചിലതിന് വെളിപ്പെടുവാനുള്ള ഒരു ദൈവ പദ്ധതിയുടെ സമയത്തിലാണ് നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അതുല്യമായൊരു വിടുതൽ, ശത്രുത, ദോഷങ്ങൾ, ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ, നിങ്ങളെ തകർക്കുവാനുള്ള നിഗൂഢമായ പദ്ധതികൾ, നിങ്ങൾക്ക് നേരെയുള്ള തന്ത്രങ്ങൾ, ഇങ്ങനെ മറഞ്ഞിരുന്ന് ഒളിച്ചിരുന്ന് നിങ്ങൾക്ക് നേരെ കുഴിവെട്ടി നിങ്ങളെ അതിലിട്ട് മൂടാനുള്ള പലരുടെയും ശ്രമങ്ങളിൽ നിങ്ങൾ ഇരയാകാതിരിപ്പാൻ നിങ്ങളോട് സ്നേഹമുള്ള കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പോംവഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ വിടുതലിൻ്റെ ദൗത്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിനാലാണ് ഇന്ന് ഈ ദൂത് നിങ്ങൾ കേൾക്കുന്നത്. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എത്ര ആരാധിച്ചാലും സ്നേഹിച്ചാലും മതിയാവുകയില്ല. ഈ ഒരു ജന്മം മുഴുവൻ നിർത്താതെ സ്തുതിച്ചാലും തീരാത്തത്ര ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും സ്നേഹവും എൻ്റെ യേശു എൻ്റെ മേൽ ചൊരിയുന്നുണ്ട്. ഞാനതുകൊണ്ട് എൻ്റെ കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യേശു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതീതമായി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ അവിടെ ഇറങ്ങി വരുന്നുണ്ട്. ഇന്ന് പകലും അതുല്യമായ കരത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ കാണും. സ്വർഗസ്ഥനായ എൻ്റെ രാജാവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾക്ക് കൃപ ലഭിക്കുകയും നിങ്ങൾക്ക് സഹായം ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഉറവകൾ തുറക്കപ്പെടുകയും ചെയ്യും. ഇന്നത്തെ വിശുദ്ധ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ കരങ്ങളിൽ നൽകിയ വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 65-ാമത്തെ വേദഭാഗമാണ്. അതൊക്കെ ഒരിറ്റ് കണ്ണീരോടല്ലാതെ വായിച്ചു തീർക്കാൻ പറ്റാത്തത്ര നമ്മുടെ മനസ്സിനകത്ത് വേദനയുടെ ആഴങ്ങളെ എഴുന്നേൽപ്പിച്ചു വിടുന്ന നമ്മുടെ യേശു സഹിച്ച പങ്കപ്പാടുകളെക്കുറിച്ചുള്ള വിവരണത്തെ കുറിക്കുന്ന ഒരു വേദഭാഗമാണത്. ഒന്നുകൂടെ ഞാൻ പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 65-ാമത്തെ വചനം. ചിലർ യേശുവിനെ തുപ്പി. ആമേൻ. അടുത്ത വാക്ക്, അവിടുത്തെ മുഖം മൂടി യേശുവിനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്ക എന്ന് പറയുകയും ചെയ്തു തുടങ്ങി. ചേവകർ യേശുവിനെ അടിച്ചും കൊണ്ട് കയ്യേറ്റു. കുറച്ച് മനുഷ്യർ കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരമായ താടനത്തെക്കുറിച്ചാണ് ഈ വിവരണം. കർത്താവിനെ മുഖം മൂടിക്കെട്ടിയിട്ട് കർത്താവിനെ തല്ലി നമ്മുടെ യേശുവിനെ അവർ ഇടിച്ചു. ഒരു മയവുമില്ലാതെ പട്ടാളക്കാർ അതിൻ്റെ ശേഷം ബാക്കി ഏറ്റെടുത്തു. തല്ലിയത് എന്തിനാന്ന് ചോദിച്ചാൽ, ആരാ നിന്നെ തല്ലിയത്? ഈ ദ്രോഹം ആരാ നിനക്ക് നേരെ ചെയ്തത്? നീ പ്രവചിക്ക്. ഈ വാക്ക് നമ്മുടെ അരുമനാഥനോട് പറഞ്ഞിട്ടാണ് അവർ ഉപദ്രവിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, മറഞ്ഞിരുന്ന് പോരാടുന്ന, മറഞ്ഞിരുന്ന് ഉപദ്രവിക്കുന്ന ശത്രുക്കളുടെ ഉപദ്രവങ്ങൾക്ക് നമ്മൾ ഇരയായി തീരുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമ്മളെ വെളിയിൽ കൊണ്ടുവരാൻ ഏറ്റവും ശക്തമായി സഹായിക്കുന്ന ദൈവവചനമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ വില എൻ്റെ യേശു കൊടുത്തു കഴിഞ്ഞു. എന്നെ കാണാൻ ഒരു സഹോദരൻ വളരെ ദൂരത്തുനിന്ന് വന്നു. എന്നോടൊരു വാക്കാ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇന്നേക്ക് 16 വർഷമായി ഞാൻ ഇടതടവില്ലാതൊരു പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒരു 300-ലധികം മനുഷ്യർ ജോലിക്കാരായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിയെ പറഞ്ഞത്, ഒരു ദിവസം തന്നെ എനിക്ക് 10ഉം 20ഉം ഏരിയകളിൽ എനിക്ക് വിവിധങ്ങളായ വർക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതൊന്നുമില്ല. എന്നെ ഒരാൾ പൂട്ടിയതാണെന്ന് എനിക്കറിയാം, പക്ഷേ അതെന്താണെന്ന് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സംശയിക്കുന്ന ആൾ തന്നെയാണോ എന്നും എനിക്കറിയില്ല. പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ സഹായിക്കാവോ എന്ന് ചോദിച്ചാണ് ആ മനുഷ്യൻ്റെ ഇടയിലെത്തിയത്. എവിടെ നിന്നാണ് പല പ്രശ്നങ്ങളുടെയും ഉത്ഭവം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയണമെന്നില്ല. കഴിഞ്ഞ പകല് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഒരമ്മയും മോളും എൻ്റെ അടുക്ക വന്നു. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പ്രശ്നം, അവരുടെ വിവാഹം കഴിഞ്ഞ് കൃത്യം 5 വർഷം എത്തിയപ്പോൾ അവരുടെ ഹസ്ബൻഡ് പൊടുന്നനവേ മരണപ്പെടുകയാണ്. ഒരു അപകടത്തിലാണ് കോന്നിയിൽ വെച്ച് മരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു ദുരന്തത്തിൻ്റെ കാരണം എന്തെന്നുള്ളത് ഒറ്റ വാക്കിൽ അവരപകടമാണെന്ന് എല്ലാവരും പറയുമ്പോഴും ഈ അപകടത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തമായൊരു പൈശാചിക പ്രവൃത്തി ഉണ്ടെന്നുള്ളത് തൻ്റെ ജീവിതത്തിലെ ചില നിർണായകമായ
സാഹചര്യങ്ങളുടെയും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പാറ്റേണുകളുടെയും ക്രമം അനുസരിച്ച് ആ പ്രിയപ്പെട്ട സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇതൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിൻ്റെ കാര്യകാരണം എന്താണെന്ന് പറയാമോ? ആരും ഇത് പറയുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, പല വിഷയങ്ങളുടെയും ഉത്ഭവം എവിടെയെന്ന് കണ്ടെത്തുന്നത് പലർക്കും അസാധ്യമായിരിക്കാം. പക്ഷേ ഈ തിരുവെഴുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എനിക്ക് പലതിൻ്റെയും ഉത്ഭവം എവിടെയാണെന്നുള്ളത് വ്യക്തമായി കണ്ടെത്താൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ ആരാണ് തല്ലുന്നത്, ആരാണ് നമ്മൾക്ക് നേരെ ദ്രോഹം ഉന്നയിക്കുന്നത്, ആരാണ് മറഞ്ഞു നിന്ന് പോരാടുന്നത്, ഇപ്രകാരമുള്ള കാര്യം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുവാൻ വേണ്ടി യേശു ഒരു വില മുടക്കി. സകലതും അറിയുന്ന, ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ, കടലിൻ്റെ അടിത്തട്ടിൽ നീന്തുന്ന മത്സ്യത്തിൻ്റെ വായിൽ പണമുണ്ടെന്നും ആ പണത്തിൻ്റെ മൂല്യം എത്രയാണെന്നും കൃത്യമായി കരയിൽ നിന്ന് പറഞ്ഞ ഒരു കർത്താവ്, നിങ്ങൾ ചെല്ലുന്ന നഗരത്തിൻ്റെ എതിർവശത്തായി ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിട്ടിരിക്കുന്ന നിങ്ങൾ കാണുമെന്നും, നിങ്ങൾ പോകുന്ന വഴിയിൽ വെള്ളം കുടം ചുമന്നുകൊണ്ട് ഒരു പുരുഷൻ നിങ്ങൾക്ക് എതിർപ്പെടുമെന്നും, ഇങ്ങനെയുള്ള നിരവധിയായിരിക്കുന്ന പ്രവചനങ്ങൾ, കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ, കടലിൻ്റെ അടിത്തട്ടിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ നിരവധിയായ പ്രവചനങ്ങൾ നടത്തി പലതിൻ്റെയും ആഴവും പരപ്പും കണ്ട, ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഏത് കാര്യവും ഗ്രഹിച്ച് മനസ്സിലാക്കി പറയത്തക്ക നിലയിൽ സർവജ്ഞാനിയായ എൻ്റെ യേശു മനുഷ്യരുടെ കണ്ണുകൾ മൂടിക്കെട്ടിയുള്ള ക്രൂരമായ പ്രഹരത്തിന് ഇരയായി നിന്നു കൊടുത്തതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നൊരു ദൈവ പൈതലായ നീ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നേരെ ദോഷം ചെയ്യുന്ന പലരുടെയും ആക്രമണങ്ങൾക്കിരയാകുമ്പോൾ എവിടെ നിന്നാണ് അടി വരുന്നത്, എവിടെ നിന്നാണ് പ്രശ്നം കയറി വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെയുള്ള ഒരു ഗതികേടിലായി പോകാതിരിക്കേണ്ടതിനാണ് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഈ വില മുടക്കിയത്. ഇന്ന് പകല് നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. നിനക്ക് നേരെ ദ്രോഹങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ, നിന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില ആൾക്കാർ, നിനക്ക് നേരെ സകലവിധമായ ഹീനമാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങളുടെ നാശത്തിന് വേണ്ടി കള്ളക്കേസുകൾ കൊടുക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ പറഞ്ഞു പരത്തുന്നവർ, ഇങ്ങനെയുള്ള ദ്രോഹികളായ മനുഷ്യരുടെ നിങ്ങളുടെ മുമ്പിൽ വെട്ടപ്പെടാതെ മറഞ്ഞിരുന്നുള്ളതായ സകലവിധമായ കിരാത പ്രവൃത്തികൾക്കും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഫുൾ സ്റ്റോപ്പ് വീഴുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, കർത്താവ് ഈ കാര്യത്തിന് വില മുടക്കിയതിനാൽ സകലതും കാണുന്ന വലിയ കണ്ണുള്ള എൻ്റെ യേശു, അഗ്നിജ്വാല കണ്ണാണ് തനിക്കുള്ളത്. ആ അഗ്നിജ്വാല കണ്ണുകളുള്ളവൻ ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ തൻ്റെ കണ്ണുകൾ മനുഷ്യൻ്റെ തുണി കൊണ്ട് മൂടിക്കെട്ടത്തക്ക നിലയിൽ താൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, കേവലം ഒരു കാര്യത്തിൻ്റെ മറപുരം എന്തെന്നറിയാൻ വയ്യാതെ വേദനപ്പെടുന്നൊരു സാധാരണ മനുഷ്യനായ നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ അപ്പുറം എന്തെന്ന് കാണാൻ വയ്യാതെ വേദനകളും പ്രശ്നങ്ങളും കയറി വരുമ്പോൾ ഉത്ഭവം എന്തെന്നും റീസൺ എന്തെന്നും അറിയാതെ കിടന്ന് നട്ടം തിരിയുന്ന ജീവിതത്തിൻ്റെ ഗതികേടിനകത്തുനിന്ന് നിനക്കൊരു വിടുതൽ തരാൻ എൻ്റെ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് പകൽ നിനക്ക് നേരെ ദ്രോഹത്തിനായി എഴുന്നേൽക്കുന്ന ചില കൈകൾ അത് ആയുധം താഴെ വെക്കും. നിനക്ക് നേരെ അസഭ്യങ്ങളും അപവാദങ്ങളും പറഞ്ഞു പരത്തുന്ന ചില അധരങ്ങൾ ഇന്ന് പകൽ നിശബ്ദമാകും. അതിൻ്റെ കാരണം, ഈ വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിന് നേരെ ആരോപണങ്ങളും ചതികളും കള്ള തെളിവുകളും ചമച്ചുകൊണ്ട് നിൻ്റെ മാന്യതയ്ക്ക് നേരെ അപവാദങ്ങൾ സൃഷ്ടിക്കുന്ന, നിൻ്റെ നിലനിൽപ്പിന് നേരെ നാശങ്ങളുടെ പ്രവൃത്തികളെ അഴിച്ചുവിടുന്ന, മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്നത്തോടുകൂടെ കടിഞ്ഞാൺ വീഴുകയാണ്. മെലീത്ത എന്ന ദ്വീപിലേക്ക് പൗലോസ്ലീഹ കാലുകുത്തുമ്പോൾ വിറക് താൻ തീയിലേക്ക് ഇടുവാനായി എടുത്തുകൊണ്ട് വരവേ തീയുടെ ചൂട് നിമിത്തം ഒരണലി പുറത്തു ചാടി. അത് പൗലോസിൻ്റെ കൈത്തണ്ണയിൽ കടിച്ചു. ഞാനൊന്ന് നിങ്ങളോട് പറയാം, മറഞ്ഞിരുന്ന അണലി വെളിയിൽ ചാടിയത് ഒരു അഭിഷക്തൻ്റെ വിറകിൻ്റെ ഇടയിൽ നിന്നുമാണ്. തീയോടടുത്തപ്പോഴാണ് അത് പുറത്തു ചാടിയതെന്ന്. ഇന്ന് പകൽ കർത്താവായ യേശു നിനക്ക് ഈ വിടുതൽ ഒരുക്കി തരുമ്പോൾ, നിന്നോടടുത്ത് വരുന്ന ദൈവകൃപയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിനക്ക് നേരെ നാശത്തിനായിട്ട് പതുങ്ങിയിരിക്കുന്ന ചില ദുഷ്ട ഹിംസ്ര ശക്തികൾ ഇന്ന് അതിൻ്റെ അവസാന ദിവസമെന്ന നിലയിൽ നിനക്ക് നേരെ വെളിപ്പെടും. അപ്പോൾ അത് നാശമാണെന്ന് ഓർക്കരുത്. അതോടുകൂടെ ഈ വിഷയം തീരുകയാണ്. പൗലോസ് അല്ല മെലീത്തായിൽ അവസാനിച്ചത്. പൗലോസിനെ കടിച്ച അണലിയാണ്. ഒരു വിശ്വാസമാണ് അവിടെ തകർന്നത്, ഒരു അന്ധവിശ്വാസമാണ് തകർന്നത്. ക്രിസ്തു വിശ്വാസം ആ മണ്ണിൽ പണിയപ്പെടുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്ന സകലതിൻ്റെ മേലും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിടുതലൊരുക്കുകയാണ്. അതുകൊണ്ട് അസാധാരണമായ ദൈവപ്രവൃത്തിയെ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങാൻ നിങ്ങൾ തയ്യാറായിക്കൂ. കർത്താവിൻ്റെ കാര്യം നിങ്ങൾക്കായി വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ തറപ്പിച്ച് പറയുന്നു, ആരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളതായി നിങ്ങളുടെ അന്വേഷണത്തിന് ഇന്ന് പകൽ ഉത്തരമാകുമെന്ന് കർത്താവ് പറയുന്നു. ഇനി മറഞ്ഞിരുന്ന് പോരാടുന്നവരുടെ കയ്യിൽ നിന്നെ ഇരയായിട്ട് എൻ്റെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. ഇനിയും
ഒളിച്ചും പാത്തുമിരുന്ന് നിനക്ക് നേരെ ഒളിയമ്പെയ്യുന്നവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് തന്നെ പരിചയമായി നിനക്ക് വേണ്ടി ഇറങ്ങും. അതുകൊണ്ട് ധൈര്യത്തോടെ ഇന്ന് പകൽ മുന്നോട്ട് പോക്കൂ. വിഷയങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവെന്ന് തീർപ്പ് കൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അരുമനാഥ, അവിടുന്ന് പറഞ്ഞിരിക്കുന്ന ദൈവാലോചനയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് നേരെ നാശത്തിനായിട്ട് എഴുന്നേറ്റിരിക്കുന്ന വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, ഒന്നിലധികം ഗ്രൂപ്പുകൾ, ഇതിനെയെല്ലാം ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഈ മേഖലകളിലെല്ലാം കണ്ണ് കെട്ടപ്പെട്ടവനെ പോലെ നിന്ന് ഇവരുടെയെല്ലാം ആട്ടും തുപ്പും ഏൽക്കുകയും ഇവരുടെയെല്ലാം അടികളും പ്രഹരങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ് അങ്ങയുടെ മക്കൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ ഇവർ വരാതിരിക്കാൻ എൻ്റെ കർത്താവ് നാളുകൾക്ക് മുൻപേ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. കർത്താവായ യേശു തൻ്റെ ശരീരത്തിൽ സഹിച്ച വേദനകളാൽ, തൻ്റെ ശരീരത്തിലേറ്റ പീഡകളാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് 100% പരിഹാരം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാൽ അവിടുത്തെ ക്രൂശ് മരണ പുനരുദ്ധാനങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും ആഴം ഇന്ന് പകൽ വെളിപ്പെടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് നേരെ ആയുധം എടുത്തിരിക്കുന്ന എത്ര മിടുക്കനായാലും എത്ര ശക്തനായാലും എൻ്റെ ദൈവം നിൻ്റെ മക്കൾക്ക് തുണയായി ഇറങ്ങിയാൽ പ്രതികൂലം നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. കർത്താവെ, പ്രതികാരത്തിന് വേണ്ടിയല്ല, സകലരോടും ക്ഷമിച്ച് മാപ്പ് നൽകി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നേരെ ദോഷം ചെയ്യുന്ന മനുഷ്യരുടെ നടപടിക്രമങ്ങളിൽ വീണുപോകാതിരിക്കേണ്ടതിന്, അകലം പാലിക്കേണ്ടതിൽ നിന്ന് കൃത്യമായിട്ടും ഒരു മുൻ ഒരുക്കമെന്ന നിലയിൽ അകലങ്ങൾ പാലിപ്പാൻ, നിലപാടുകൾ ക്രമീകരിക്കുവാനുള്ള വിവേകവും കൃപയും ദൈവമങ്ങളുടെ മക്കൾക്ക് നൽകണം. പ്രാർത്ഥിച്ചിന്ന് പകൽ ഈ ദൈവിക വചന നിമിത്തം ഇവരുടെ ജീവിതത്തിലെ നിഗൂഢമായ മേഖലകളെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നു. പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ, അതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തുന്നു. ജയം കൊടുത്തിരിക്കിയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ ദിവസം ഈ ദൂതിനാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കെട്ടഴിയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ കുരുക്കിൽ നിന്ന് പരിഹാരമാണ്. ധൈര്യത്തോടെ മുന്നോട്ട് പോക്കൂ. ഈ വചനം നാളുകളായി നീണ്ടു നിന്ന അനേക കുടുംബങ്ങളിലെ വലിയ മാരക പ്രശ്നങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഇതിനാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്. കൂടുതൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധനയിൽ വന്ന് പങ്കുചേരുക. കോട്ടയം നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ഈ മാസത്തെ 4-ാം ശനിയാഴ്ച പത്തനാപുരത്തുള്ള YMCA ഹാളിൽ നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട്. അവിടെ വന്നാലും ഇത്തരത്തിലുള്ള പ്രശ്നബാധിതങ്ങളാൽ വലയുന്നവർക്ക് നേരിട്ടുള്ള ക്രിസ്തീയ വിടുതലുകൾ പ്രാപിക്കാം. ദൈവം സമാധാനത്തിൽ നിങ്ങളെ നിറയ്ക്കട്ടെ, സമഗ്രമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.